ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെയധികം എന്താ പറയുക സംതൃപ്തി എനിക്ക് കിട്ടിയിട്ടുള്ളൊരു പാട്ട് കമ്പോസിങ് ആണത്. അത് കമലിന് ഓർമ്മയുണ്ടാവും. നമ്മൾ രഞ്ജിത്ത് ഹോട്ടലിൽ അതൊരു ഭയങ്കര രസമാണ്. ഞാൻ അതിന് നമ്മൾ അങ്കിളിൻ്റെ ഒരു രീതി ഞാൻ വേണമെങ്കിൽ കടമെടുക്കാം. അതായത് നമ്മൾ ഇപ്പോൾ തിരക്കഥ ഉണ്ടാകുന്നതിനെ കുറിച്ച് അങ്കിള് പറയാറില്ല എന്താണ്, നമ്മൾ പലതും അവോയ്ഡ് ചെയ്തിട്ട് അതിൽ ബാക്കി ഉണ്ടാകുന്ന അംശമാണ് അതാണ് പിന്നീട് തിരക്കഥയാവുന്നത് എന്ന് പറഞ്ഞ മാതിരി ഒരുപാട് ട്യൂണുകൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ആദ്യം നമ്മൾ നമ്മുടെ മനസ്സിലാണ് ഇത് തേടുന്നത്, പുറത്തേക്ക് പാടുന്നില്ല. പിന്നീട് നമ്മൾ പാടി നോക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഡയറക്ടർ പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ, അതിൻ്റെ സ്പീഡ്, അതിൻ്റെ ടെമ്പോ എല്ലാം നോക്കിയിട്ട്, ആ മൂഡ് നോക്കിയിട്ട് നമുക്ക് ഇത് കറക്റ്റാവുമെന്ന് നമുക്ക് തോന്നുന്ന ഒരു ട്യൂണാണ് ഞാൻ ആദ്യമായിട്ട് ഡയറക്ടറെ കേൾപ്പിക്കുന്നത്. അങ്ങനെ അന്ന് രഞ്ജിത്ത് ഹോട്ടലിൽ കമ്പോസിങ്ങിന് ഇരിക്കുമ്പോൾ ബിച്ചു ഏട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്, കമലുണ്ട്, ഞാനുണ്ട്, ഞാൻ വേറെ ആരുമില്ല. അപ്പം ഞാൻ കമലിൻ്റെ അടുത്ത് വെറുതെ ഇങ്ങനെ പാടി, എനിക്കത് വളരെ കറക്റ്റാണെന്ന് തോന്നിയിട്ട് ഞാൻ കമലിൻ്റെ അടുത്ത് ഇനിയിപ്പോൾ കമലിനും കൂടി അത് ആക്സെപ്റ്റ് ചെയ്യണമല്ലോ. ഇതിൽ വലിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഇത് ഇങ്ങനെയും പാടാം. പക്ഷെ ഞാനത് അങ്ങനെയൊന്നും പാടാതെ കണ്ട് എൻ്റെ മനസ്സിൽ ഞാൻ ഇതൊക്കെ നോക്കിയിട്ടുണ്ടാവും. ഞാൻ അവസാനം ഇങ്ങനെ വെറുതെ ഇങ്ങനെ പാടി. അപ്പം കമല് പറഞ്ഞു ഓക്കെ, ഇത് ഭയങ്കര കറക്റ്റാണ് എന്ന് കമല് പറഞ്ഞു. അപ്പോൾ ഇതിനിടയ്ക്ക് അപ്പോൾ ബിച്ചുവേട്ടനോട് ഞങ്ങളത് ട്യൂണായത് ബിച്ചുവേട്ടൻ അത് ശ്രദ്ധിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ബിച്ചുവേട്ടൻ അവിടെ ഇരിക്കുക. അപ്പോൾ ബിച്ചുവേട്ടൻ പെട്ടെന്ന് എനിക്കൊരു പേപ്പർ എടുത്ത് നീട്ടി. അപ്പോൾ നോക്കുമ്പോൾ ഒരു ന്യൂസ് പേപ്പറിൻ്റെ എഴുതാത്ത മുകളിലത്തെ ബാക്കി തപ്പ എവിടെ നിന്ന് കിട്ടിയ പേപ്പറാണ്, ചെറിയൊരു വൈറ്റ് കളർ. അതിൽ പുള്ളി ഇങ്ങനെ എഴുതിയിരിക്കുക, ഉണ്ണികളെ ഒരു കഥ പറയാമെന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കമലും ഞാനും ഇത് പടത്തിൻ്റെ പേര് എഴുതിയിരിക്കുന്നു. ആ തൻ്റെ ട്യൂണിലൊന്ന് പാടി നോക്കി. അപ്പം എനിക്കൊരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പുള്ളി അത് ഓൾറെഡി പുള്ളി എഴുതി വെച്ചിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പ് നമ്മൾ ഇത് അന്ന് നമ്മൾക്ക് ഒരു ഇതുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഈ പടം മൊത്തം ഉണ്ണികളുടെ ഒരു ഇതായതുകൊണ്ട് ഉണ്ണികളെ കഥ പറയാമെന്ന് വെച്ചിട്ടൊരു പാട്ടുണ്ടാവുകയാണെങ്കിൽ നല്ലതാണെന്നൊരു നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളി അപ്പോൾ അത് വെച്ചിട്ടൊരു പാട്ട് ഉണ്ടാക്കണം എന്ന് എഴുതി വെച്ചിട്ട് പുള്ളി വെറുതെ തുടക്കം എഴുതി വെച്ചിരിക്കുകയാണ്. ഞാനിതൊന്നും അറിയുന്നില്ല. ഞാൻ വെറുതെ കമലിൻ്റെ അടുത്ത് പാടി, കമലിനെ ആ പാട്ട് കേട്ട വഴിക്ക് ഓക്കെ എന്ന് പറയലും ഇദ്ദേഹം എടുത്ത് വിച്ചുവേട്ടനെടുത്ത് തരും, പാടി നോക്കാൻ പറഞ്ഞു. ഞാൻ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് പറഞ്ഞ് ഞാൻ പാടി വഴിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കമല് കൈയടിച്ചു. ഇതിനപ്പുറത്തേക്ക് നമുക്കൊന്നും അവിടെ വേറെ ഉണ്ടാക്കാനില്ല. അപ്പോൾ അതാണ് ഞാൻ അവിടെ അങ്കിൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മൾ അറിയാതെ കണ്ട് നമ്മൾ ചെന്ന് എത്തിപ്പെട്ടത് കറക്റ്റായിട്ടുള്ളൊരു ഒരു പീസിലേക്കാണ് നമ്മൾ വന്ന് പെട്ടത്. അതുകൊണ്ടാണ് ആ വാക്ക് കറക്റ്റായിട്ട് വേറൊരു വാക്ക് അവിടെ എഴുതാനും പറ്റില്ല, അത്രയും കറക്റ്റ് ചന്തത്തിലാണ് അത് വന്നത്. അതിനോടൊപ്പം തന്നെ സംഭവിച്ച ആ ലൈൻ കഴിഞ്ഞ ഉടനെ തന്നെ അതേ ട്യൂൺ തന്നെയല്ലേ സെക്കൻഡ് ലൈൻ. അതെ അതെ, ഈ പുല്ലാങ്കുഴലിലും കഥ പറയാമെന്ന് അപ്പം തന്നെ ബിച്ചുവേട്ടൻ എഴുതി. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ലാങ്കുഴലിലും കഥ പറയാം, അതാണ് കഥ. ആ ഒറ്റ ലൈനിൽ സിനിമയുടെ മൊത്തം കഥ. അതാണ് ഞാൻ പറഞ്ഞത്. ആ പുല്ലാങ്കുഴലാണ് ശരിക്കും മോഹൻലാലിൻ്റെ ക്യാരക്ടർ. അത് ഈ പറഞ്ഞ കാര്യം, ഒരു കാട്ടുമുളയെന്നുള്ള ഒരു സംഗീതം ഉണ്ടാവും. വളരെ അസംസ്കൃതമായിട്ടുള്ളൊരു വസ്തു നിന്ന് ഇത്രയും മനോഹരമായ സംഗീതം ഉണ്ടാവും. അപ്പോൾ അതുപോലെ ഈ കുട്ടികളെ പുള്ളി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മൊത്തം അയാളുടെ ഒരു ജീവിതം അവസാനം ഈ ഒരുപക്ഷെ പാടിക്കഴിഞ്ഞിട്ട് ഈ പുല്ലാങ്കുഴൽ വലിച്ചെറിഞ്ഞ് കളയും. അതാണ് അയാളുടെ ജീവിതം. അപ്പോൾ ആ ഒറ്റ ലൈനിൽ തന്നെ ആ കഥ വന്നു എന്നുള്ളതാണ്. ഉണ്ണികളൊരു കഥ പറയാം ഈ പുല്ലാങ്കുഴൽ. അത് മാത്രമല്ല, പുല്ലാങ്കുഴൽ എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണ ഒരു പുല്ലാങ്കുഴൽ ആവുന്നില്ല. അത് വെറും ഒരു മുളയുടെ തണ്ട് അല്ലെങ്കിൽ ഒരു ഓടയുടെ തണ്ട്. ആ തണ്ടിനെ ഈ കമ്പി പഴിപ്പിച്ച് ചൂടാക്കി ഒരുപാട് ഓട്ടകൾക്ക് വേദനിപ്പിച്ചിട്ട് എന്നിട്ടാണ് അതിൽ നിന്ന് എത്രയും നന്നായിട്ട് ഓട്ട അതിൽ തുളച്ചുണ്ടാക്കുന്നു, അത്രയും നല്ല ശബ്ദം വരും. അപ്പോൾ അതേമാതിരി തന്നെയാണ് ലാലിൻ്റെ ക്യാരക്ടർ അതിൽ വന്നിരിക്കുന്നത്.